വർക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ പാട്ടങ്കടിയിലേക്ക് വിട്ടു ട്ടോ. അപ്പോൾ 6 മണി ആയിട്ടേ ഉള്ളൂ. ആളുകളൊന്നും തുടങ്ങിയിട്ടില്ല. വലിയ തിരക്കൊന്നുമില്ല ട്ടോ. റോട്ടിലും അത്ര വലിയ തിരക്കൊന്നുമില്ല ട്ടോ. തിരിച്ചു വരുമ്പോൾ കാണാം ഇനി എന്താവും പൂരംന്ന് ട്ടോ. അങ്ങനെ ദേ കേറി ചെന്നപ്പോൾ തന്നെ ഹൽവ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് ചേട്ടന്മാർ. നമ്മൾ അതൊന്നും മൈൻഡാക്കാതെ നേരെ മുന്നോട്ട് വിട്ടേ. അപ്പോൾ കാഴ്ചകൾ ഒരുപാടുണ്ട് ട്ടോ ഇവിടെ. നല്ല വർണ്ണ ശബളമായിട്ടുള്ള കാഴ്ചകൾ. നമ്മുടെ ഏട്ടന്മാരാട്ടോ ഐസ്ക്രീംമാരാണ്. അപ്പോൾ പാട്ടങ്ങാടി ഐസ്ക്രീം അവർക്ക് മാത്രമേ വിൽക്കാനുള്ളതുള്ളേ. അങ്ങനെ ഒരു ചായയും കുടിച്ച് നമ്മൾ നേരെ നടക്കാൻ ഇറങ്ങി. അപ്പോൾ ആൾക്കാർ ഇങ്ങനെ ഏകദേശം എത്തി തുടങ്ങിയിട്ടുണ്ട്. ആളുകൾ കൂടി തുടങ്ങുന്നുണ്ട്. സംഭവം മെയിൻ നമ്മുടെ പരിപാടി ഫുഡ് അടിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ മെയിൻ ആവശ്യം. എല്ലാം കുറേശ്ശെ കഴിക്കാട്ടോ. ഒരുപാട് കഴിച്ചു കഴിഞ്ഞാൽ വയറിന് പണി കിട്ടും. അപ്പോൾ ഞാനും ഷിയാസും ഉണ്ട്. അപ്പോൾ എല്ലാം നമ്മൾ ഷെയർ ചെയ്ത് കഴിക്കുക എന്നുള്ളതാണ് നമ്മുടെ മെയിൻ പരിപാടിയെ. അപ്പോൾ സംഭവം കളറാണ് എല്ലാം. പാട്ടങ്ങാടിയുടെ ഏത് ഭാഗത്തേക്ക് നോക്കിയാലും അത്ര മനോഹരമായിട്ടുള്ള കാഴ്ചകളാണ്. ആ കാഴ്ചകളുടെയൊക്കെ പിന്നിൽ ബംഗാളികളാണെന്നുള്ളത് മറ്റൊരു സത്യം കേട്ടോ. അപ്പോൾ ബംഗാളികൾ കൈയടക്കിയിരിക്കുകയാണ് നമ്മുടെ പാട്ടങ്ങാടി. ഒരുപാട് കാലമായിട്ട് കാണുന്ന കാഴ്ചയാണ്. ഇവൻ എങ്ങനെ വിട്ടാലും ഈ സാധനം ഇവന്റെ കയ്യിലോട്ട് തന്നെ വരും. നമ്മളൊന്ന് വാങ്ങിച്ചു വിട്ടാലോ ദേ എങ്ങോട്ടേലും പോകും ട്ടോ. നമ്മുടെ ഫുഡ് അടിക്കൽ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ്. സംഭവം കട്ട വെയിറ്റ് ചെയ്തിട്ട് ഈ സാധനം റെഡിയാക്കിയേ. അങ്ങനെ പൈസ അയച്ച് നമ്മൾ നേരെ കഴിച്ചു ട്ടോ. ഇനി നേരെ സ്റ്റേജ് ഷോയുടെ അങ്ങോട്ട് പോകാനുള്ള പരിപാടിയാണ്. അപ്പോൾ റോഡൊക്കെ അത്യാവശ്യം ആളുകളായേ. 11-ാം തീയതി മുതൽ സ്റ്റേജ് ഷോകൾ ആരംഭിക്കും. അതായത് ഇന്ന് മുതൽ കേട്ടോ. അപ്പോൾ ഇന്നലെ വരെ നാടകോത്സവമായിരുന്നു. ആര്യാദയാൽ അങ്ങനെയുള്ള ഫേമസ് ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സജീവേട്ടനാട്ടോ അവിടെ ക്യാമറ വർക്ക് ചെയ്യുന്നത്. മൂപ്പരെ കൂടെ ഒന്ന് കാണണം. നേരെ തിരിച്ചു പോകണം കേട്ടോ. അപ്പോൾ നാടകോത്സവ വേദി ഇതാണ്.